പറ. നമുക്കല്ലേ ഇവിടെ പറഞ്ഞു തീർത്തിട്ട് പോകാവിടാ. ഇന്ദ്രേട്ടാ വേണ്ട, മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി ഉറപ്പിച്ചിട്ടാ അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് ഇനിയൊരു വിഴുപ്പലക്കല് വേണ്ട. പറയാനുള്ളതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം. സത്യം പറയുമ്പോ നീ എന്തിനാ അനുപമയെ പേടിക്കുന്നേ? അവന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ അവനെ തെളിയിക്കട്ടെ. മതി സുശീലേ, നീ നിന്റെ മക്കളെ വളർത്തി വലുതാക്കിയതിന്റെ കണക്കൊന്നും ഇവിടെ ആർക്കും കേൾക്കണമെന്നില്ല. സ്വന്തം മക്കളെ സ്നേഹിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും എല്ലാ അച്ഛനമ്മമാരുടെയും കടമയാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കേണ്ട കരുതലാ. ഞാൻ എന്റെ 5 മക്കളെയും വളർത്തിയത് അങ്ങനെയാ. അതുകൊണ്ട് അവരെന്നെ കൈയൊഴിഞ്ഞു പോയാലും ഞാൻ സങ്കടപ്പെടില്ല. കാരണം ഞാൻ അവർക്ക് കൊടുത്തതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാ. ഞാൻ അവരോട് കാണിച്ച സ്നേഹവും ലാളനയും ഒക്കെ എന്റെ ഉത്തരവാദിത്തങ്ങളായിരുന്നു. അതൊന്നും ഇനി തിരിച്ചു ചോദിക്കാൻ നമുക്ക് അവകാശമില്ല സുശീലേ. അത് മാഷു പറഞ്ഞത് ശരിയാ. മക്കളെ ജനിപ്പിച്ചവർക്ക് അവരെ വളർത്തി വലുതാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ നോക്കുമ്പോ മാഷിനെ പോലുള്ളവർക്ക് ഒന്നും തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം മാഷിന്റെ 5 മക്കളും മാഷിന്റെ രക്തത്തിൽ പിറന്നതാണെന്ന് മാഷിന് നല്ല ഉറപ്പുണ്ട്. പക്ഷേ സുശീലയുടെ കഥ അതല്ല മാഷേ. ഞാൻ എന്റെ മക്കളില് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഇവനെയാ. ഇവന് 1 വയസ്സുള്ളപ്പോ ദേഹവാസകലം കരപ്പം വന്ന് പൊട്ടി ഒലിച്ചപ്പോ ഇവനെ തിരിച്ചു കിട്ടില്ലെന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അന്നെല്ലാവരും കൈവിട്ടപ്പോ എന്റെ ദേഹത്ത് ചേർത്ത് വെച്ച് ഞാൻ തിരിച്ചെടുത്ത ജീവനാ ഇപ്പൊ ഇവന്റെ ശരീരത്തിലുള്ളത്. ഇത് കേൾക്കുമ്പോഴും നിങ്ങളൊക്കെ പറയും അതും ഒരു അമ്മയുടെ കടമയാണെന്ന്. ശരിയാ, നൊന്തുപറ്റ ഒരമ്മ സ്വന്തം കുഞ്ഞിന് വേണ്ടി തന്റെ ജീവൻ പോലും എടുത്തു കൊടുക്കും. പക്ഷേ പെറ്റമ്മയല്ലാതെ ഒരാളത് ചെയ്യുവോ? പറ മാഷേ, പറ. സ്വന്തം രക്തത്തിൽ പിറക്കാത്ത ഒരു കുഞ്ഞിന് വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണത് ചെയ്യുവോ? ഇന്ദ്രേട്ടാ, അമ്മ സുശീലേ, നീ എന്തൊക്കെ ഭ്രാന്തായി വിളിച്ചു പറയുന്നത്? ഭ്രാന്തല്ല മാഷേ, നല്ല ബോധത്തോടുകൂടി സുശീല പറയുന്നേ. ഇന്ദ്രൻ ഞാൻ പ്രസവിച്ച മകനല്ല. ഇവൻ സുശീലയുടെ വയറ്റിൽ പിറന്നവനല്ല. അതറിഞ്ഞിട്ടും അറിയിക്കാതെ ഇത്രയും കാലം ഞാൻ അവനെ വളർത്തിയെങ്കിൽ എനിക്കതിന് പ്രതിഫലം കിട്ടണ്ടേ മാഷേ? വേണ്ടേ? മതിയടി, നിർത്ത. നിന്റെ ഈ അസംബന്ധം ഇപ്പോഴും നിനക്ക് ജയിക്കാൻ വേണ്ടി നീ നിന്റെ സ്വന്തം ചോരയെ തള്ളി പറയുക. ഞാൻ നിന്നെ എത്ര കാലമായിട്ട് കാണുന്നതാടി.
എനിക്കറിയാം ഇന്ദ്രൻ നിന്റെ മകനാണെന്ന്. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല ഭാനുമേ. എന്റെ ജീവിതത്തിലെ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നു മാത്രം ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ സത്യം. ഇന്ദ്രേട്ടാ